ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ട്രെയിലർ വന്നിരിക്കുകയാണ്. മമ്മൂക്കയുടെ മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ബസൂക്കയുടെ ട്രെയിലർ ഇപ്പം വന്നിരിക്കുകയാണ്. ഡീനോ ഡെന്നിസാണ് ഈ സിനിമയുടെ സംവിധായകൻ. അതായത് ഡെന്നിസ് ജോസഫിൻ്റെ മകനാണ്. അതുപോലെ തന്നെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി, ഗൗതം വാസുദേവ മേനോനാണ്. അപ്പം നമുക്ക് ട്രെയിലറിലോട്ടേക്ക് കടക്കാം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തിരിക്കുന്ന ബാക്കി 2 ട്രെയിലേഴ്സും റിയാക്ഷൻ വീഡിയോസും നിങ്ങൾ കാണാതെ ഇരിക്കരുത്. നല്ല റീച്ച് പോയിട്ടുള്ള വീഡിയോസാണ്. നമ്മുടെ തുടരും സംഭവം, തീപ്പൊരി, അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന, അതും അടിപൊളി. അപ്പം നമുക്ക് ഇതിലോട്ട് ഒരു ക്രൈം മൂഡാണല്ലോ. ഒരു തമിഴ് സിനിമയുടെ സെറ്റപ്പ് ആയിട്ടാണ് കാണുമ്പോൾ തോന്നുന്നത്. Cochin City. He had a strong team and they all were well trained. ഒരു ടിപ്പിക്കൽ മണം അടിക്കുന്നുണ്ടല്ലോ. He is Mr. Nobody, but definitely somebody. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്കയുടെ ഇതിലത്തെ ലുക്ക് അടിപൊളിയാണ്. ലുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ I don't think so. പ്രശ്നക്കാരനാണോ ഗൈസ്? Because that's too simple a word to describe him. ഇതൊരു കളിയാണ്. കുറേ വിന്റേജ് കാർസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അവസാന മോക്ഷമാണ്. ഗെയിം പ്ലാൻ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകൾ ഉണ്ടാവും. ഒപ്പം കാമത്തിന്റെ സീൽകാരം മുഴക്കുന്ന ശുദ്ധശക്തികൾ. ഈ ഗൗതം വാസുദേവ മേനോന്റെ വോയിസ് ഓവർ മാത്രമേ ഇതിലുള്ളൂ. വേറെ ആരും ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. കുറയ്ക്കുന്ന പട്ടിയപ്പോന്ന് ഞോണ്ടി നോക്കി ചുറ്റും സർക്കിൾ ഇട്ട് ഇപ്പൊ വേറെ ലുക്കായല്ലോ. നമ്മുടെ റോബോട്ടിക് ക്യാമറയുടെ കുറെ കളികൾ ഇതിലുണ്ട് തോന്നല്ലോ. ഫൈറ്റൊക്കെ അതിലാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അടി നമ്മുടെ തുടരും, എമ്പുരാൻ, ആലപ്പുഴ ജിംഖാനയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ പോരാ. മിക്കവാറും കണ്ടിട്ടൊരു ക്രിസ്റ്റഫർ ഫീലിംഗ് ഒക്കെ അടിക്കുന്നത്. നോട്ട് ഇംപ്രസ്ഡ് ഗൈസ്, നോട്ട് ഇംപ്രസ്ഡ്, നോട്ട് സോ ഇംപ്രസ്ഡ്. നിന്റെ ആ ഡെയർ ഡബിൾ ആന്റഗണിസ്റ്റ് ഇല്ലേ, അവനെ നമ്മൾ പോക്കും. ഓക്കെ, അപ്പോൾ April 10th ഈ പടം വരും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കിയിരുന്ന് കാണാം. ട്രെയിലർ കണ്ടുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിലയിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ എന്തായാലും ട്രെയിലറിന് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് പടമായിട്ടാണ് തോന്നിയത്. അതായത് ക്രിസ്റ്റഫറിൻ്റെ ഒക്കെ കുറേ ഷെയ്ഡ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ എനിക്ക് എവിടെയോ തോന്നി. പിന്നെ ആകെപ്പാടുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീനോ ഡെന്നിസിലാണ് വിശ്വാസം. ഡെന്നിസ് ജോസഫിൻ്റെ മകൻ എന്നുള്ള നിലയിൽ നന്നാവാൻ അത്ര നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനാണ് സാധ്യത. എന്തായാലും നമുക്ക് കുറച്ച് കമൻസും കൂടി നോക്കിക്കഴിഞ്ഞാൽ, രാവിലെ ലാലേട്ടൻ, ഇപ്പോൾ ദേ മമ്മൂക്ക, ഇതെന്താണ്? അങ്ങനെയൊക്കെയാണ് ഫുൾ സംഭവങ്ങളുള്ളത്. എൻ്റെ മോനെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് തീ പാറുന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് ലാലു, രാത്രിയിൽ ഇച്ചാക്ക, മലയാള സിനിമ. അപ്പോൾ തുടരുവിൻ്റെ ട്രെയിലറൊക്കെ കുറേ കാലമായിട്ട് ഇറക്കാൻ നിന്നതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാനൊക്കെ കുറേ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാനാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ നമ്മൾ അതിലോട്ടേക്ക് വലിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ഇടുമല്ലോ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരും. അൺടിൽ ദെൻ ടേക്ക് കെയർ, സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് ബൈ ബൈ.